ഹായ് അമ്മ. ഹായ് മോളെ. എന്താ അമ്മ ഇതില്? നോക്ക്. ആ മൊബൈല് അന്നമോൾക്കുള്ള അച്ഛന്റെ ഗിഫ്റ്റാ. ഗൾഫിൽ നിന്ന് വിനുവെങ്കിലിന്റെ കൊടുത്തു വിട്ടതാ. ഇനി എനിക്ക് ഫ്രണ്ട്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാലോ? കൊള്ളാം കൊള്ളാം, പക്ഷെ പഠിത്തം ഒഴുപ്പരുത്. ഇനി എല്ലാം ഇതിലാ അമ്മേ. നോക്കാം. അമ്മ എന്നെ ഫ്രണ്ട്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തല്ലോ. ഓ ശരി ശരി, ഇനിയിപ്പോ എന്റെ ഫോൺ ചോദിച്ചോണ്ട് വരത്തില്ലല്ലോ. അല്ലല്ലോ, അമ്മയുടെ ഫോൺ പഴയതാ. ആർക്ക് വേണം അമ്മയുടെ ഫോൺ? നീ എന്റെ ഫോണിൽ ചോദിച്ചോണ്ട് വാ. മോളെ കിടക്കാറായില്ലേ? ഇപ്പൊ കിടക്കാമ്മ. ഓക്കെ മോളെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോളെ എന്താ അമ്മ? പെട്ടെന്നാട്ടെ, സ്കൂളിൽ പോകണ്ടേ? ഇപ്പൊ വരാം. ആ ശരി. വേഗം ആവട്ടെ മോളെ, സമയമായി. ഞാൻ റെഡിയാ. ആ ശരി ശരി, സൂക്ഷിച്ചു പോണം. അമ്മ ഞാൻ മൊബൈല് കൊണ്ടുപോയിക്കോട്ടെ? അയ്യോ ദേ ടിഫിന് കൊടുത്തില്ല. ദാ മോളെ. അമ്മ പ്ലീസ് അമ്മ, ഞാൻ മൊബൈല് കൊണ്ടുപോയിക്കോട്ടെ? മൊബൈൽ സ്കൂളിൽ കൊണ്ടുപോയിക്കൂടാ. പോയി പോയി. ഓക്കെ അമ്മ, ബൈ ബൈ. ബൈ. അപ്പോൾ നമുക്കിന്ന് പുതിയൊരു പാഠം പഠിക്കാം. മാതൃഭാഷയും പരിസ്ഥിതിയും എന്നതാണ് നോക്കുന്നത്. മാതൃഭാഷയും മറ്റു ഭാഷകളും തമ്മിൽ പ്രവർത്തനത്തിൽ വലിയ അന്തരമാണുള്ളത്. അന്ന, എന്ത് സ്വപ്നമായി കാണുന്നേ? ഒന്നുമില്ല ടീച്ചർ. എന്നെ ശ്രദ്ധിച്ചിരുന്നേ. അന്ന, മാച്ചിന്റെ ഹോംവർക്ക് ടീച്ചറിനെ കാണിച്ചോ? ആ ടീച്ചർ നോക്കി. ഡ്രോയിങ് കോമ്പറ്റീഷന്റെ ഡേറ്റ് എന്നാ പറഞ്ഞേ? ആ ഒന്നും പറഞ്ഞില്ല. അന്ന, ഷൂ മാറിയിട്ട് പോയി കുളിക്കാൻ നോക്ക്. ആ അന്ന, പറഞ്ഞ കേട്ടൂടെ? അന്ന, ഇറങ്ങന്ന, സമയായി, സ്കൂളിൽ പോകണ്ടേ? ഇപ്പം വരാം അമ്മ. ഒന്ന് മാറ്. എന്താ അന്ന, നീ പറ.
ഇതൊന്നും വേണ്ടായിരുന്നു അഞ്ജു. ഞാനും മോളും മാത്രമല്ലേ ഉള്ളൂ. ഇരിക്കട്ടെ ചേച്ചി, ഞാൻ സ്വന്തമായിട്ട് ക്ലിനിക്ക് തുടങ്ങിയതിൻ്റെ ഒരു സന്തോഷമല്ലേ. ആൾക്കാർക്കെല്ലാം ഇപ്പോൾ ടെൻഷനും ഡിപ്രഷനും ഒക്കെ അല്ലേ. കൗൺസിലിംഗ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ആ, തൽക്കാലം കൗൺസിലിംഗ് മാത്രം. ഇനി പതുക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തെടുക്കണം. പിന്നെ എവിടെ അന്നക്കുട്ടി? ആ, അകത്തുണ്ട്. അന്നാ, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. ആ, ഹായ്. അന്നക്കുട്ടി, എന്തുണ്ട് വിശേഷം? സുഖം. അന്നാ, നീ അഞ്ജു ആൻറ്റി വന്നത് കണ്ടില്ലേ? നീ ഒന്നും സംസാരിച്ചില്ലേ? അഞ്ജു കഴിക്ക്. അന്നാ, എപ്പോ നോക്കിയാലും ഒരു ഫോണ്. എന്റെ ഫോൺ താ. അന്നാ വാ കളിക്കാം. ഞാൻ വരുന്നില്ല, നീ പൊക്കോ. എന്നാ ശരി, ഞാൻ പോവാ. ഹലോ, ഹലോ അഞ്ജു, ഒന്ന് വേഗം വീട് വരെ വരാവോ? എന്ത് പറ്റി ചേച്ചി? എന്താ ചേച്ചി? സ്കൂളിൽ നിന്ന് വന്നപ്പോ ഫോൺ നോക്കിയിരിക്കുന്ന കണ്ടപ്പോ ഞാൻ ഫോണൊന്ന് മേടിച്ചു വെച്ചു. അപ്പൊ തുടങ്ങിയ ബഹളവാ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതാ ഞാൻ അഞ്ജുവിനെ വിളിച്ചത്. അന്ന, മോളെ, അന്ന, ഇങ്ങോട്ട് നോക്കിയേ. എന്ത് പറ്റി? എന്റെ ഫോൺ താ. അത്യാവശ്യം പവറുണ്ടല്ലോ. ഇതെന്ന് വെച്ചു? തലവേദന കൂടിയപ്പോ കുറച്ച് ദിവസത്തേക്ക് വെക്കാൻ ഡോക്ടർ പറഞ്ഞു. മോൾക്കേ ഫോൺ അല്ലാണ്ട് വേറെ എന്താ ഇഷ്ടം? ഇപ്പോ എന്റെ ഫോൺ മാത്രം. എന്റെ ഫോൺ താ. ഫോൺ തരാം, പക്ഷേ ഫോൺ ഡെയിലി കുറച്ച് സമയം ഉപയോഗിക്കുന്നതാ നല്ലത്. മോളെ, ഇത് കണ്ണിനെ മാത്രമല്ല, ആരോഗ്യത്തിനെ മുഴുവൻ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ചില സമയത്ത് സ്വഭാവത്തെ വരെ. കേട്ടോ? ചേച്ചി, മോൾക്ക് എന്തിനാ ഫോൺ വാങ്ങിക്കൊടുത്തത്? അതഞ്ചു ക്ലാസ്സും ഗ്രൂപ്പും ഒക്കെ ഓൺലൈനിലായിരുന്നു കോവിഡ് കാലത്ത് പഠിച്ചേ. അന്ന് എൻ്റെ ഫോണായിരുന്നു കൊടുത്തേ. അപ്പോൾ ഒരു ഹെൽപ്പ് ആവുമല്ലോ എന്ന് കരുതിയിട്ടാ ചേട്ടൻ ആ ഫോൺ വാങ്ങിക്കൊടുത്തേ. അന്നേരം ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചേച്ചി, പക്ഷേ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. ഈ സ്ക്രീൻ അഡിക്ഷൻ കൊണ്ട് ഒത്തിരി ദോഷങ്ങളുണ്ട് ചേച്ചി. അതിൻ്റെ ചെറിയൊരു തുടക്കമാണ് അന്നയിൽ കാണുന്നത്. ഈ ഉറക്കമില്ലായ്മ, ക്ഷീണം, കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ്, ഇതൊക്കെ ഈ അഡിക്ഷൻ്റെ തുടക്കമാണ്. ചേച്ചി ശ്രദ്ധിച്ചിട്ടില്ലേ? അവൾക്ക് എപ്പോഴും ഒരു ക്ഷീണമാണ്. കുറേ നേരം ഫോൺ നോക്കിയിരിക്കുമ്പോൾ കണ്ണുകൾ കഴിക്കാൻ തുടങ്ങും,
പിന്നെ ഉറക്കമില്ലായ്മയിലേക്ക് പോകും. പിന്നെ പിന്നെ അത് ദേഷ്യത്തിലേക്കും വയലൻസിലേക്കും ഒക്കെ മാറും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ. ഈ ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഇപ്പോഴത്തെ പിള്ളേരിൽ ഭയങ്കര കോമൺ ആണെന്നേ. ഇതിനൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൊബൈൽ ഫോൺ നോക്കുന്ന പോസ്ചർ. പലരുടെയും കഴുത്ത് വളയും, നടുനിവർത്തി ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാവും. അന്ന പണ്ട് നന്നായിട്ട് വായിക്കത്തില്ലായിരുന്നോ ചേച്ചി? നന്നായി വായിക്കുമായിരുന്നു. ഇപ്പൊ അതൊക്കെ കുറഞ്ഞു അല്ലേ? അതുപോലെ ഹോബീസും മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാൻ പോകുന്നതും ഒക്കെ കുറയും. വീട്ടിലെ സോഫയും ഫോണും മാത്രമായി തീരും അവരുടെ ലോകം. ഈ 5 മിനിറ്റ് കൂടി ഫോൺ എന്ന് പറയുന്നത് തന്നെ ഒരു സ്വഭാവമാറ്റത്തിന്റെ ലക്ഷണമാണ്. സത്യത്തിൽ അവൾക്ക് ഫോൺ ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ഭാവിയിൽ അത് ചിന്താശേഷിയെ വരെ ബാധിക്കും. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പേരന്റൽ കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് ഈ ലോകത്ത് എന്തൊക്കെ അറിയാൻ വഴികളുണ്ട്, എന്തിനും ആക്സസ് ഉണ്ട്. ചിലപ്പോൾ അത് വലിയ അപകടത്തിലേക്ക് ചെന്നെത്തിക്കും. ചേച്ചി പേടിക്കണ്ട, നമുക്കിത് ശരിയാക്കിയെടുക്കാം. മോളെ, അഞ്ജു ആന്റി പറഞ്ഞത് ഓർമ്മയില്ലേ? ആമാ 5 മിനിറ്റ്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ള ഗ്രീൻ പീസ് ആണ്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾ. അമ്മേ, എന്താ മോളെ? കറണ്ടും ഇല്ല, ഫോണിൽ ചാർജും ഇല്ല. ഓ ശരിയാണല്ലോ. ഞാൻ ആ കെയർടേക്കറെ ഒന്ന് വിളിക്കട്ടെ. കറണ്ട് പോയതിന് അമ്മ എന്ത് ചെയ്യാനാ മോളെ? ഇൻവേർട്ടറും കംപ്ലൈൻറ്റാ. ഇനിയിപ്പോൾ രാത്രിയിലെ കറണ്ട് വരും. ദേ, നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? കുറേ നാളായില്ലേ നമ്മളൊന്ന് കറങ്ങാൻ പോയിട്ട്. ചെല്ല്, മോള് പെട്ടെന്ന് റെഡിയായി വാ. കറണ്ട് വന്നല്ലോ. കുറച്ചു ദിവസത്തേക്ക് ഈ സമയത്ത് കറണ്ട് കാണില്ല എന്നാ പറയുന്നേ. നമുക്ക് നാളെയും പാർക്കിൽ പോയാലോ?
അഞ്ജു ആന്റി. ഹായ്. അമ്മയും മോളും കൂടെ കറങ്ങാൻ ഇറങ്ങിയതാണോ? ഞങ്ങളിപ്പോ ഇങ്ങനെ ഇടയ്ക്ക് കറങ്ങാറുണ്ട്. ആഹാ, കൊള്ളാലോ. മിടുക്കി കുട്ടിയായിരിക്കുന്നല്ലോ. കണ്ണട എവിടെ? ഇപ്പൊ കണ്ണടയൊന്നും വേണ്ട. കൊള്ളാലോ. അമ്മ, ഞാൻ അവരുടെ കൂടെ കളിക്കാൻ പോയിക്കോട്ടെ? പോയിക്കോ. ബൈ ബൈ. മോൾക്ക് നല്ല മാറ്റമുണ്ട്. പിന്നെ പെട്ടെന്ന് ഫോൺ മേടിച്ചെടുത്താൽ അവൾക്ക് ദേഷ്യമാവും. നമുക്ക് ഫോൺ യൂസ് ചെയ്യുന്ന ടൈം ഒന്ന് കൺട്രോൾഡ് ആക്കാൻ നോക്കാം. നിന്റെ ഐഡിയ ഫലിച്ചു. പവർ കട്ട് ഐഡിയ. എന്റെ ചേച്ചി, അത് കാലങ്ങളായിട്ടുള്ള ഒരു ഐഡിയ ആണ്. പിന്നെ ഒരു അറ്റ കൈ പ്രയോഗം. എന്തായാലും ഐഡിയ ഫലിച്ചല്ലോ. എടാ, ഞാനിപ്പോ വരാവേ, ഒരു മിനിറ്റ്. ഹലോ. ഹായ്, പേരെന്തുവാ? മിലോഷ്. എന്ത് ചെയ്യാ? ഞാനോ? ആ, മൊബൈല് കാണുവല്ലേ? ആ, കളിക്കാൻ പോവാം. വാ എന്തോ? വാ കളിക്കാം. മൊബൈൽ എവിടെ വെച്ചേക്ക്? വാ.